വഖഫ് ഭേദഗതി ബില്ലിനെതിരെ രൂക്ഷ വിമർശനവുമായി പി.കെ. ഫിറോസ്. ബില്ല് ഭരണഘടനാ തത്വങ്ങൾക്ക് നിരക്കുന്നതല്ലെന്നും നിയമ ഭേദഗതി കൂടി ചെയ്യുന്നതോടെ വഖഫ് സ്വത്തുക്കളിൽ മേലുള്ള അവകാശം കൂടുതൽ ദുർബലമാകുമെന്നും പി.കെ. ഫിറോസ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി. സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബിൽ ഭരണഘടനാ തത്വങ്ങൾക്ക് നിരക്കുന്നതല്ല എന്നത് ബില്ല് പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാകുന്ന വസ്തുതയാണ്. ഭൂരിപക്ഷം സമൂഹങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ മതപരമായ സ്വത്തുക്കളും ആരാധനാലയങ്ങളും സംരക്ഷിക്കപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിവിധ കാലഘട്ടങ്ങളിൽ ഭേദഗതികളിലൂടെ ഇന്ത്യയിൽ വഖഫ് നിയമം നിലവിൽ വന്നത്. ഒരാൾ തന്റെ സ്വത്തുക്കൾ ദൈവപ്രീതി കാക്ഷിച്ച് വഖഫ് ചെയ്താൽ അദ്ദേഹത്തിന്റെ താൽപര്യം സംരക്ഷിക്കപ്പെടുക എന്നത് ഭരണഘടനാദത്തമാണ്. വഖഫ് നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങൾ ആരാധിച്ച ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയും മറ്റ് ആരാധനാലയങ്ങളിൽ അവകാശങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ഇപ്പോഴത്തെ നിയമ ഭേദഗതി കൂടി ചെയ്യുന്നതോടെ വഖഫ് സ്വത്തുക്കളിൽ മേലുള്ള അവകാശം കൂടുതൽ ദുർബലമാകും. ഇത്ര വലിയ മാനങ്ങളുള്ള ഒരു വിഷയത്തെ മുനമ്പം ഭൂമി തർക്കവുമായി ബന്ധപ്പെടുത്തി ബില്ലിനെ അനുകൂലിക്കാനുള്ള ചില ക്രിസ്ത്യൻ സംഘടനകളുടെ തീരുമാനം സങ്കടകരമാണ്. മുനമ്പം വിഷയം പരിഹരിക്കാനുള്ള ഏതൊരു ഫോർമുലയും അംഗീകരിക്കാമെന്ന നിലപാട് സ്വീകരിച്ചവരാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ. ഇന്ന് മുസ്ലിങ്ങളുടെ സ്വത്തുക്കളുടെ നേരെയാണെങ്കിൽ ഇതേ മാതൃകയിൽ നാളെ മറ്റു ന്യൂനപക്ഷങ്ങൾക്കെതിരെയും സംഘപരിവാർ രംഗത്ത് വരുമെന്ന് ഉറപ്പാണ്. ബി.ജെ.പി. ഒരുക്കുന്ന വർഗീയ വിഭജന കെണിയിൽ വീണു പോകാതെ ഈ ഭേദഗതി ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കാനുള്ള ജാഗ്രതയാണ് ഈ അവസരത്തിൽ ഏവരും കാണിക്കേണ്ടത് എന്നാണ് നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടെ വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ചൂണ്ടിക്കാട്ടി. വഖഫ് ബില്ലിനെ ഏകീകൃത വഖഫ് മാനേജ്മെന്റ് ശാക്തീകരണ കാര്യക്ഷമത വികസന ബില്ല് എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷ വിമർശനത്തെ കേന്ദ്രമന്ത്രി ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത്. നമ്മൾ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്തിനാണ് വെല്ലുവിളിക്കപ്പെടുന്നത്? ബില്ലിൽ നേരിട്ട് പങ്കാളിത്തമില്ലാത്തവരെ തെറ്റിദ്ധരിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് കിരൺ റിജിജു പറഞ്ഞു. അതേസമയം കേന്ദ്രം നിയമനിർമ്മാണ സംവിധാനത്തെ അട്ടിമറിക്കുകയാണെന്ന് ബില്ലിനെ എതിർത്തുകൊണ്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും തുറന്നടിച്ചു. നിങ്ങൾ സഭയിൽ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ബില്ലുകളിൽ അംഗങ്ങൾക്ക് ഭേദഗതി നിർദ്ദേശിക്കാൻ അധികാരമുണ്ടായിരിക്കണം. നിങ്ങൾ നിയമനിർമ്മാണം അട്ടിമറിക്കുകയാണ്. ഭേദഗതിക്ക് നിങ്ങൾ സമയം നൽകേണ്ടതുണ്ട്. ഭേദഗതി നൽകേണ്ട നിരവധി വ്യവസ്ഥകളുണ്ട്. അതൊന്നും ഇവിടെ പാലിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതേസമയം ബില്ലിനെതിരെ വോട്ട് ചെയ്യുമെന്ന് ഇന്ത്യ സഖ്യത്തിന് പുറത്തുള്ള AIADMK നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ, K ചന്ദ്രശേഖര റാവുവിന്റെ ഭാരത് രാഷ്ട്ര സമിതി തുടങ്ങിയ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ കക്ഷികളെല്ലാം എതിർത്താലും ബില്ല് പാസാക്കാനുള്ള അംഗബലം ഭരണപക്ഷത്തിനുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടിയുണ്ടാകണമെങ്കിൽ JDU, TDP എന്നീ കക്ഷികൾ എതിർത്ത് വോട്ട് ചെയ്യണം. എന്നാൽ അതിനുള്ള സാധ്യത വളരെ കുറവുമാണ്.